ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ന്യൂ SCERT ഹോട്ട് ടോപ്പിക്സിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരാണെങ്കിൽ ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ തീർച്ചയായും മിസ്സാക്കരുത്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകരിക്കും. ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കണ്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മാത്രം ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകളും തീർച്ചയായും കാണാൻ ശ്രമിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഉപകരിക്കും. അപ്പോൾ അധികം ഒന്നും പറയുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നമുക്ക് കേരള ചരിത്രമാണല്ലേ ഡിസ്കസ് ചെയ്യാനുള്ളത്. തുല്യതയിലേക്ക് എന്ന പാഠഭാഗത്തു നിന്നും കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അധികം ഒന്നും പറയാൻ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. തുല്യതയിലേക്ക്, 5ാം ക്ലാസ്സിലെ തുല്യതയിലേക്ക് എന്ന പാഠഭാഗത്ത് നിന്നാണ് നമ്മൾ പോയിന്റ്സ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് നോക്കാനുള്ളത് മേൽമുണ്ട് സമരം. നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? മേൽമുണ്ട് സമരം, ചാന്നാർ ലഹള, മാറുമറക്കൽ സമരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതെല്ലാം ഒന്നാണ് അല്ലേ? ഇതെല്ലാം ഒന്നിനെ കുറിച്ചാണ്. അതായത് ചാന്നാർ ലഹള, മേൽമുണ്ട് സമരം, ഇത് നടന്ന വർഷം എപ്പോഴാണ്? 1859 വസ്ത്രധാരണ അവകാശത്തിന് വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ 19ാം നൂറ്റാണ്ടിന്റെ ആദ്യം മുതൽ നടത്തി വന്ന സമരം. എന്തുകൊണ്ടാണ് ആദ്യം മുതൽ എന്ന് പറയുന്നത്? നമുക്ക് പഠിക്കാണ്ടില്ലേ? അതായത് ഒന്നാം ചാന്നാർ ലഹള നടന്ന വർഷം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പഠിക്കണം 1822. എന്നാൽ ചാന്നാർ ലഹള നടന്ന വർഷം എന്ന് നമുക്ക് ചോദ്യം വരികയാണെങ്കിൽ നമ്മുടെ ഉത്തരം ഏതാണ്? 1859 ഒന്നാം ചാന്നാർ ലഹള എന്ന് എടുത്ത് ചോദിച്ചാൽ മാത്രം പോയിട്ട് 1822 കറുപ്പിച്ചാൽ മതി. ചാന്നാർ ലഹള നടന്ന വർഷം 1859 1859 ചാന്നാർ ലഹള നടന്നത്. 1859 നമുക്ക് ചോദ്യം വരും, കാലഗണനാ ക്രമത്തിൽ എഴുതാനൊക്കെ വരും അല്ലേ? അപ്പൊ 1859 നമ്മുടെ ചാന്നാർ ലഹളയുടെ വർഷം. 1822 അല്ല, ഒന്നാം ചാന്നാർ ലഹള നടന്ന വർഷമാണ് 1822. അപ്പൊ എന്താണ് സംഭവം? വസ്ത്രധാരണ അവകാശത്തിന് വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ, അതായത് ചാന്നാർ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ 19ാം നൂറ്റാണ്ടിന്റെ ആദ്യം മുതൽ നടത്തി വന്ന സമരമാണ് മേൽമുണ്ട് സമരം, മാറുമറക്കൽ സമരം അല്ലെങ്കിൽ ചാന്നാർ ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത്. ഓക്കെ, മേൽമുണ്ട് കലാപത്തിന്റെ മറ്റൊരു പേര്. ഓക്കെ, അപ്പൊ ഈ ചാന്നാർ ലഹള എന്തൊക്കെ പേരുകളിലാണ് അറിയപ്പെടുന്നത് നമ്മൾ പഠിച്ചൂലേ? ചാന്നാർ ലഹള, മേൽമുണ്ട് സമരം, മാറുമറക്കൽ സമരം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ഈ ചാന്നാർ ലഹള തന്നെയാണ്. 1859 നടന്ന ചാന്നാർ ലഹളയാണ് ചാന്നാർ ലഹള എന്നും മേൽമുണ്ട് സമരം എന്നും മാറുമറക്കൽ സമരം എന്നും ഒക്കെ അറിയപ്പെടുന്നത്. പിന്നെ നമുക്ക് ഇവിടെ പഠിക്കാണ്ട് ഈ ചാന്നാർ ലഹളക്ക് പ്രചോദനമേകിയ ആത്മീയ നേതാവ് നമുക്ക് പഠിക്കാണ്ടില്ലേ? ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് ചാന്നാർ ലഹളക്ക് പ്രചോദനമേകിയ ആത്മീയ നേതാവ്. ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ഓക്കെ, ചാന്നാർ ലഹള നടന്ന വർഷം 1859 1822 ഒന്നാം ചാന്നാർ ലഹള നടന്നിട്ടുണ്ട്. പിന്നെ പല കാലഘട്ടങ്ങളിലായിട്ട് ചാന്നാർ ലഹള നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ 1822 മുതലുണ്ട്. അപ്പൊ ആദ്യ കാലങ്ങളിൽ ഇതിന് നേതൃത്വം നൽകിയത് ആര് എന്നൊക്കെ ചോദിച്ചാലും ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. അപ്പൊ ചാന്നാർ ലഹളക്ക് പ്രചോദനമേകിയ ആത്മീയ നേതാവാണ് വൈകുണ്ഠ സ്വാമികൾ. ഓക്കെ, അപ്പൊ മേൽമുണ്ട് കലാപത്തിന്റെ മറ്റൊരു പേരെന്താണ്? ചാന്നാർ ലഹള. ഓക്കെ, അടുത്തത് നോക്കാം. ഒന്നാം ചാന്നാർ ലഹള നടന്ന വർഷം ഞാൻ പറഞ്ഞു, ഇങ്ങനെ തന്നെ ചോദ്യം വരും. ഒന്നാം ചാന്നാർ ലഹള നടന്ന വർഷം ചോദിച്ചാൽ അത് 1822 1822 ഒന്നാം ചാന്നാർ ലഹള നടന്നത്. അപ്പൊ ചാന്നാർ ലഹള നടന്നത് ചോദിച്ചാൽ 1859 ചാന്നാർ ലഹള നടന്നത്. ഇവിടെ നമുക്ക് ഒറ്റ ഡേറ്റ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളൂ. 1859 ജൂലൈ 26 ഈ ഡേറ്റ് നമുക്ക് പഠിക്കാണ്ട്. എന്തായിരിക്കും ഈ ഡേറ്റിന്റെ പ്രത്യേകത എന്താണ്? അതായത് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1859 ജൂലൈ 26 എപ്പോഴാണ്? 1859 ജൂലൈ 26. ഒന്നാം ചാന്നാർ ലഹള നടന്ന വർഷം എപ്പോഴാണ്? 1822. ചാന്നാർ ലഹളക്ക് പ്രചോദനമേകിയ ആത്മീയ നേതാവ് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ഇനി ചാന്നാർ ലഹളയുടെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? മേൽമുണ്ട് സമരം, മാറുമറക്കൽ സമരം എന്നൊക്കെ അറിയപ്പെടുന്നത് ചാന്നാർ ലഹളയാണ്. വർഷം രണ്ടെണ്ണവും പഠിച്ചോ. ഒന്നാം ചാന്നാർ ലഹള ചോദിച്ചാൽ 1822. ചാന്നാർ ലഹള നടന്ന വർഷം ചോദിച്ചാൽ 1859. അടുത്തത്, എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കാൻ അനുവാദം നൽകിയ ദിവസം നമ്മൾ പഠിച്ചു അല്ലെ? 1859 ജൂലൈ 26 ഞാൻ പറഞ്ഞ ഡേറ്റ്. 1859 ജൂലൈ 26 അല്ലെ? ഒരു ഡേറ്റ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളൂ നമ്മൾ പറഞ്ഞു. അത് ഏതാണ്? 1859 ജൂലൈ 26. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യോ. 1859 ജൂലൈ 26 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചത്. എപ്പോഴാണ്? 1859 ജൂലൈ 26. 1859 ജൂലൈ 26.
26. ഒരു വട്ടം കൂടെ 1859 ജൂലൈ 26. അപ്പൊ ഒന്നാം ചാന്നാർ ലഹള നടന്ന വർഷം 1822. ചാന്നാർ ലഹള നടന്ന വർഷം ചോദിച്ചാൽ 1859. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ച വർഷം 1859 ജൂലൈ 26 എന്നാണ്. 1859 ജൂലൈ 26. സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാൻ അനുവാദം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ഉത്രം തിരുനാളാണ് അല്ലെ? ഉത്രം തിരുനാളാണ്. ഓക്കെ, ഉത്രം തിരുനാളാണ്. സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയ തിരുവിതാംകൂർ രാജാവ് ആരെന്ന് ചോദ്യം വന്നാൽ അത് ഉത്രം തിരുനാളാണ്. ഈ ഉത്രം തിരുനാളിന്റെ ഭരണകാലം നമുക്ക് പഠിക്കാണ്ടില്ലേ? കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലമാണെന്ന് ചോദിച്ചാൽ ഉത്രം തിരുനാളിന്റെ ഭരണകാലമാണ്. പലർക്കും ഡൗട്ട് വരുന്നുണ്ട്, കഥകളിയുടെ സുവർണ കാലഘട്ടം എന്ന് ചോദിക്കുമ്പോൾ പോയിട്ട് സ്വാതി തിരുനാളിനെ പോയി കറുപ്പിക്കുന്നുണ്ട്. സ്വാതി തിരുനാൾ എന്താണ്? തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലമാണെന്ന് ചോദിച്ചാലാണ് സ്വാതി തിരുനാളിനെ നമ്മൾ കറുപ്പിക്കേണ്ടത്. ഉത്രം തിരുനാൾ എന്താണ്? കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉത്രം തിരുനാളിന്റെ ഭരണകാലമാണ്. സ്വാതി തിരുനാളിന്റെ നമുക്ക് പിന്നെയും പഠിക്കാണ്ട്. ഗർഭശ്രീമാൻ, ദക്ഷിണ ഭോജൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ആരെന്നൊക്കെ ചോദിച്ചാൽ അത് ആരാണത്? സ്വാതി തിരുനാളാണ് അല്ലെ? ഗർഭശ്രീമാൻ, ദക്ഷിണ ഭോജൻ എന്നൊക്കെ അറിയപ്പെടുന്നത് സ്വാതി തിരുനാളാണ്. ഉത്രം തിരുനാളിന്റെ ഭരണകാലമാണ് കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. കഥകളിയുടെ സുവർണ കാലഘട്ടം, തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം സ്വാതി തിരുനാളിന്റെ ഭരണകാലമാണ് കേട്ടോ. സ്വാതി തിരുനാളിന്റെ ഭരണകാലം. അപ്പൊ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാൻ അനുവാദം നൽകിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ഉത്രം തിരുനാളാണ്. ആരാണ്? ഉത്രം തിരുനാളാണ്. എന്നാണ് ലഭിച്ചത്? 1859 ജൂലൈ 26 എന്തൊക്കെയാണ് ഈ ലഹള എന്തൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? ചാന്നാർ ലഹള, മാറുമറക്കൽ സമരം, മേൽമുണ്ട് സമരം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ഈ ചാന്നാർ ലഹളയാണ്. ഒന്നാം ചാന്നാർ ലഹള നടന്ന വർഷം 1822 ചാന്നാർ ലഹളക്ക് പ്രചോദനമേകിയ ആത്മീയ നേതാവ് വൈകുണ്ഠ സ്വാമികളാണ്. ചാന്നാർ ലഹളക്ക് പ്രചോദനമേകിയ ആത്മീയ നേതാവാണ് വൈകുണ്ഠ സ്വാമികൾ. ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. ഉത്രം തിരുനാൾ എന്താണ്? അനുമതി നൽകിയത് ആരാന്ന് ചോദിച്ചാൽ ഉത്രം തിരുനാളാണ്. പിന്നെ ഒരു പേര് കൂടെ നമുക്ക് പഠിക്കാണ്ട്. മദ്രാസ് ഗവർണർ ലോർഡ് ഹാരിസ്. ഓക്കെ, മദ്രാസ് ഗവർണർ ലോർഡ് ഹാരിസിന്റെ നിർദ്ദേശപ്രകാരമാണ് തിരുവിതാംകൂർ രാജാവ് ഉത്തരവിറക്കിയത്. ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ലോർഡ് ഹാരിസിന്റെ. ആരുടെയാണ്? ലോർഡ് ഹാരിസിന്റെ. ഇത് പഠിച്ചു വെച്ചോട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വരും കേട്ടോ. ആരാണ്? ലോർഡ് ഹാരിസിന്റെ നിർദ്ദേശപ്രകാരമാണ് ആര് ഉത്തരവിറക്കിയത്? ഉത്രം തിരുനാൾ ഉത്തരവിറക്കിയത്. ഓക്കെ, ഇനി വേലൂർ മാറുമറക്കൽ സമരം. വേലൂർ മാറുമറക്കൽ സമരം നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ്? വേളാത്ത് ലക്ഷ്മിക്കുട്ടി, പിന്നെ കെ കുറുമ്പ, KC കാളിക്കുട്ടി. ഈ പേരൊന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. വേലൂർ മാറുമറക്കൽ സമരം ആരൊക്കെയാണ് നേതൃത്വം നൽകിയത്? വേളാത്ത്. വേലൂർ, വേളാത്ത് രണ്ടും കണക്ട് ചെയ്ത് വെക്കുക. വേളാത്ത് ലക്ഷ്മിക്കുട്ടി, പിന്നെ ഏതാണ്? കെ കുറുമ്പ, KC കാളിക്കുട്ടി. പേര് ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ചാൽ മതി. അതായത് വേളാത്ത് ലക്ഷ്മിക്കുട്ടി, കെ കുറുമ്പ, KC കാളിക്കുട്ടി. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പിന്നെയും പറഞ്ഞു തരാം. ഈ പേര് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, ഇനി 90-ാം ആണ്ട് ലഹളയുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളിയാണ് കേട്ടോ. ആരാണ്? അയ്യങ്കാളിയാണ് 90-ാം ആണ്ട് ലഹളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ 90-ാം ആണ്ട് ലഹളയുമായി ബന്ധപ്പെട്ടത് ആരാന്ന് ചോദിച്ചാൽ അയ്യങ്കാളിയാണ്. പേരിനാട് ലഹളയുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അതും അയ്യങ്കാളിയാണ്. പേരിനാട് ലഹള അല്ലെ? 90-ാം ആണ്ട് ലഹള, പേരിനാട് ലഹള രണ്ടുമായി ബന്ധപ്പെട്ടത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അയ്യങ്കാളിയാണ്. ഈ 90-ാം ആണ്ട് ലഹള എങ്ങനെയാണ് ഇതിന് 90-ാം ആണ്ട് ലഹള എന്നുള്ള പേര് വന്ന്? ഇത് നടന്ന വർഷം എപ്പോഴാണ്? 1915-ലാണ്. 1915 നടന്നത് എന്തിനാണ് 90-ാം ആണ്ട് ലഹള എന്ന് വിശേഷിപ്പിക്കുന്നത്? കൊല്ലവർഷം 1090-ലാണ്. കൊല്ലവർഷം 1090-ലാണ് 90-ാം ആണ്ട് ലഹള നടന്നത്. അതുകൊണ്ടാണ് ഇതിന് 90-ാം ആണ്ട് ലഹള എന്ന് പേര് വന്നത്. ഇത് പിന്നെയും അറിയപ്പെടുന്നുണ്ട് പുലയ ലഹള എന്നറിയപ്പെടുന്നത്, ഊരൂട്ടമ്പലം ലഹള എന്നറിയപ്പെടുന്നതൊക്കെ ഈ 90-ാം ആണ്ട് ലഹളയാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കണേ. 90-ാം ആണ്ട് ലഹള നടന്ന വർഷം ചോദിച്ചാൽ 1915. പിന്നെ ഇവിടെ പേരിനാട് ലഹള നടന്ന വർഷം ചോദിച്ചാലും 1915. ഇതിന് 90-ാം ആണ്ട് ലഹള എന്ന് പേര് വരാൻ കാരണം എന്താണെന്ന് പഠിച്ചു വെച്ചോ. കൊല്ലവർഷം 1090-ലാണ്. കൊല്ലവർഷം 1090-ലാണ്. കൊല്ലവർഷം 1090-ലാണ് നടന്നത്. പക്ഷെ വർഷം ചോദിച്ചാൽ 1915 നമ്മൾ കർപ്പിക്കണം. 90-ാം ആണ്ട് ലഹള 1915. ഇതിന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? ഒന്ന് പുലയ ലഹള എന്നറിയപ്പെടുന്നു, പിന്നെ ഊരൂട്ടമ്പലം ലഹള എന്നും അറിയപ്പെടുന്നത് ഏതാണ്? 90-ാം ആണ്ട് ലഹളയാണ്. പിന്നെ പേരിനാട് ലഹള, ഇതിനും മറ്റൊരു പേരുണ്ട്. എന്താണ്? കല്ലുമാല സമരം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് പേരിനാട് ലഹളയാണ് അല്ലെ? കല്ലുമാല സമരം എന്നറിയപ്പെടുന്നത് പേരിനാട് ലഹളയാണ്. ഈ കല്ലുമാല
കല്ലുമാല സമരം എപ്പോഴും ചോദ്യം വരാറുണ്ട്. കല്ലുമാല സമരവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാന്ന് ചോദിച്ചാൽ അയ്യങ്കാളിയാണ്. കല്ലുമാല സമരവുമായി ബന്ധപ്പെട്ടത് ആരാണ്? അയ്യങ്കാളി. കല്ലുമാല അയ്യങ്കാളി. ഓക്കെ, അപ്പൊ കല്ലുമാല സമരവുമായിട്ടും പിന്നെ 90-ാം ആണ്ട് ലഹളയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. ഓക്കെ, അയ്യങ്കാളി. അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദ്യം വരാറുണ്ട് അല്ലെ? ആരാണ്? അയ്യങ്കാളിയാണ്. എന്താണ്? അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയാണ് അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത്. ആരാണ് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത്? AK ഗോപാലനാണ് അല്ലെ? AK ഗോപാലനാണ് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത്. അധസ്ഥിതരുടെ പടത്തലവൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അയ്യങ്കാളിയാണ്. അധസ്ഥിതരുടെ പടത്തലവൻ. പിന്നെ ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാന്ന് ചോദിച്ചാലൊക്കെ ആരാണ്? അത് അയ്യങ്കാളിയാണ്. പിന്നെ ഈ അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധിയാണ് കേട്ടോ. മഹാത്മാഗാന്ധിയാണ് അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് അല്ലെ? പുലയരുടെ രാജാവ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? അത് മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയാണ്. പിന്നെ അയ്യങ്കാളിയുടെ പ്രതിമ ഉദ്ഘാടനം ചെയ്തത് ആരാന്ന് ചോദിച്ചാലും ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് അല്ലെ? അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ആരാന്ന് ചോദിച്ചാലും ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത്. ഓക്കെ, അത്രയും പഠിച്ചു വെക്കുക. പിന്നെ EK നായനാർ വിശേഷിപ്പിച്ചിട്ടുണ്ടല്ലോ ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് അല്ലെ? ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? അത് EK നായനാറാണ്. ഓക്കെ, അപ്പൊ അത്ര കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ 90-ാം ആണ്ട് ലഹളയുമായിട്ടും പിന്നെ കല്ലുമാല സമരം അല്ലെങ്കിൽ പേരിനാട് ലഹളയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നത് ആരാണ്? അയ്യങ്കാളിയാണ്. ദളിത് വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റലുകൾ ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അല്ലെ? 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. 1907 അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. അധസ്ഥിതരുടെ പടത്തലവൻ പഠിച്ചു വെച്ചോട്ടോ. അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അയ്യങ്കാളിയാണ്. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് AK ഗോപാലനാണ്. AKG ആണ് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത്. അധസ്ഥിതരുടെ പടത്തലവൻ, ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്, ഇതൊക്കെ ആരാണ്? ഇതൊക്കെ അയ്യങ്കാളിയാണ് അല്ലെ? ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ചു. പിന്നെ ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് എന്ന് EK നായനാർ വിശേഷിപ്പിച്ചു. അതുപോലെ തന്നെ എന്താണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? പുലയരുടെ രാജാവ് എന്ന് മഹാത്മാഗാന്ധിയും വിശേഷിപ്പിച്ചു. അത്രയും അറിഞ്ഞു വെക്കുക. പിന്നെ മഹാത്മാ എന്ന് വിശേഷണമുള്ള അല്ലെ? മഹാത്മാ എന്ന് വിശേഷണമുള്ള കേരളത്തിലെ നവോത്ഥാന നായകൻ അല്ലെങ്കിൽ മലയാളി ആരെന്നൊക്കെ ചോദിച്ചാൽ ആരാണ്? അയ്യങ്കാളിയാണ്. മഹാത്മാ ഗാന്ധി നമ്മൾ കേട്ടിട്ടുണ്ട്. മഹാത്മാ എന്ന് വിശേഷണമുള്ള സാമൂഹിക പരിഷ്കർത്താവ് ആരാന്ന് ചോദിച്ചാൽ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാന്ന് ചോദിച്ചാൽ അയ്യങ്കാളിയാണ് കേട്ടോ. മഹാത്മാ അയ്യങ്കാളി. ഓക്കെ, അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം, അത് വെങ്ങാനൂരാണ് അല്ലെ? വെങ്ങാനൂരാണ് അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വെങ്ങാനൂരാണ്. വെങ്ങാനൂരാണ് അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം ആരംഭിച്ച വർഷം 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് എപ്പോഴാണ്? 1907 എപ്പോഴാണ്? 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. പഠിച്ചു വെക്കണേ, 1907 സാധുജനായത്. ഓക്കെ, ഇനി അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം. ഓക്കെ, ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും 4ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം തിരുവിതാംകൂർ സർക്കാർ സൗജന്യമായി നൽകിയിരിക്കുന്നു. ഈ പോയിന്റ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. മേൽജാതിക്കാർ എന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ സ്കൂൾ അധികൃതർ കീഴ്ജാതി വിഭാഗത്തിലെ കുട്ടികൾക്ക് പ്രവേശനം നൽകിയിരുന്നില്ല. ഓക്കെ, പ്രവേശനം നൽകിയിരുന്നില്ല. സർക്കാർ ഉത്തരവ് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചമി എന്ന പേരിലുള്ള ദളിത് ബാലികയെ ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശനം നൽകാൻ അയ്യങ്കാളി ആവശ്യപ്പെട്ടതനുസരിച്ച് പ്രവേശനം അനുവദിച്ചുവെങ്കിലും അന്ന് രാത്രി തന്നെ മേൽജാതിക്കാർ സ്കൂളിന് തീയിട്ടു. മേൽജാതിക്കാർ തീയിട്ട വിദ്യാലയം അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്നറിയപ്പെടുന്നു. അപ്പൊ എന്താണെന്ന് ജസ്റ്റ് ഒന്ന്, ഈ കഥ ഏകദേശം മനസ്സിലായല്ലോ, എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, ഒന്നുകൂടെ വായിച്ചു തരാം. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും 4ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം തിരുവിതാംകൂർ സർക്കാർ സൗജന്യമായി നൽകിയിരിക്കുന്നു. സൗജന്യമായി നൽകിയിട്ടുണ്ട്. എന്നാൽ മേൽജാതിക്കാർ എന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ സ്കൂൾ അധികൃതർ കീഴ്ജാതി വിഭാഗത്തിലെ കുട്ടികൾക്ക് പ്രവേശനം നൽകിയിരുന്നില്ല. കീഴ്ജാതിക്കാർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. സർക്കാർ ഉത്തരവ് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചമി എന്ന പേരിലുള്ള ദളിത് ബാലികയെ ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശനം നൽകാൻ അയ്യങ്കാളി ആവശ്യപ്പെട്ടതനുസരിച്ച് പ്രവേശനം അനുവദിച്ചുവെങ്കിലും അന്ന് രാത്രി തന്നെ മേൽജാതിക്കാർ ആ സ്കൂളിന് തീയിട്ടു. ഓക്കെ, മേൽജാതിക്കാർ തീയിട്ട വിദ്യാലയം അയ്യങ്കാളി പഞ്ചമി അല്ലെ? അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്ന് അറിയപ്പെടുന്നു. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. ഇത് പോയിന്റ് ആക്കിയിട്ട് ജസ്റ്റ് അറിഞ്ഞാൽ മതി. ഞാൻ കാണാതെ പഠിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ
കാണാതെ തന്നെ പഠിക്കുക. 90-ാം ആണ്ട് ലഹള എങ്ങനെ പേര് വന്നു? 1990 അല്ലെ, കൊല്ലവർഷം 1990 പക്ഷെ വർഷം ചോദിച്ചാൽ 1915 ഇതുമായിട്ടൊക്കെ ബന്ധമുള്ളത് ആർക്കാണ്? അയ്യങ്കാളി അല്ലെ. 90-ാം ആണ്ട് ലഹള, പേരിനാട് ലഹള ഒക്കെ ആയി ബന്ധപ്പെട്ടത് ആരാന്ന് ചോദിച്ചാൽ അയ്യങ്കാളിയാണ് കേട്ടോ. ഇത് SCRT കൊടുത്തത് കൊണ്ട് തന്നെ ഇനി സ്റ്റേറ്റ്മെന്റ് ആയിട്ടും അല്ലെങ്കിൽ വർഷങ്ങൾ ക്രമീകരിക്കാനൊക്കെ വരും. വർഷം ഇവിടെ കൊടുത്തിട്ടില്ല, പക്ഷേ ഏതിന്റെ വർഷം കൊടുത്തിട്ടുണ്ട്? ഒന്നാം ചാന്നാർ ലഹളയും ചാന്നാർ ലഹളയും വർഷം നേരെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ച ദിവസം അതും കൊടുത്തിട്ടുണ്ട്. 1859 ജൂലൈ 26 കൊടുത്തിട്ടുണ്ട്. ഒന്നാം ചാന്നാർ ലഹള 1822 ചാന്നാർ ലഹള 1859. ഇനി ചാന്നാർ ലഹളക്ക് പ്രചോദനമേകിയ ആത്മീയ നേതാവ് ആരാന്ന് ചോദിക്കും. അതാരാണ്? അത് വൈകുണ്ഠ സ്വാമികളാണ്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത് ആരാണ്? ഉത്രം തിരുനാളാണ് അല്ലെ. സ്വാതന്ത്ര്യം നൽകിയ ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ ഉത്രം തിരുനാളാണ്. എന്നാണെന്ന് പഠിച്ചു വെക്കണം. 1859 ജൂലൈ 26. അപ്പോൾ കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് പഠിച്ച ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇവിടെ നിന്ന് തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അത്രയും റിപ്പീറ്റ് നമ്മൾ പറഞ്ഞു ഇവിടെ നിന്ന് തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.